ഇരിക്കേ പൊരിയിടണോ? എന്താ ചായ കുടിക്കണ കണ്ടോ? പാലും കുപ്പിയിലാണ് കട്ടൻ ചായ കുടിക്കുന്നത്. എന്താ ഇങ്ങനെ കാണിച്ചു തരാട്ടോ. ഇങ്ങനെയാണ് പൊരി തിന്ന. ഇങ്ങനെ തിന്ന. കുടിച്ചു നോക്കിനി. അക്കൂനാണോ? ചുടു ചുടു ചുടു. എങ്ങനെയുണ്ട്? ഇങ്ങനെ മുക്കുക ലക്കു. അപ്പൊ ഇങ്ങനെ ഉള്ളിൽ കിടക്കും ഇതേപോലെ അല്ലേ? എന്റത് വീഴൂല. വേണോ? കടിക്ക്. എങ്ങോട്ടാത് വായിക്കുന്നു മുന്നു? അമ്മട്ടേര വായത് ഇവിടെ വിടും. ഞാൻ അമ്മട്ടേര എന്നാ ഇത് തൊണ്ടേ പോവരുത് കേട്ടോ. അല്ല ചിലപ്പോ തരിപ്പ് പോയി. ഈ സാധനത്തിന് എന്താ പറയാ? ഉഴുന്നുവട അല്ല, വേറെന്തോ ഒരു പേര് പറയില്ലേ? വേറെന്തോ ഒരു വടാന്നല്ലേ പറയാ? സൂനറിയോ ഈ പേരിനെന്താ പറയാ? ഇത് തൃശ്ശൂരിന്റെ ഫേമസ് അല്ലേ? ഞാൻ മുന്നേ ഒരാൾ തൃശ്ശൂരിന്ന് കൊണ്ട് തന്നിട്ട് ഓർമ്മ ഉണ്ട്. ഉഴുന്നുവട എന്നാ പറയാ? ഏതാ? ഇതിനെ മുട്ടപ്പൊരി എന്ന് പറയും. പിന്നെ നമുക്ക് പൊരി മാത്രമായിരിക്കും. ഉഴുന്നുവട, മുട്ടപ്പൊരി, ഉഴുന്നുവട, അത് മധുരസേവ. മധുരസേവയോ? ഇത് അത് മധുരസേവ. ഇത് മധുരസേവ. പിന്നെ ഈന്തപ്പഴം, അലുവ, കരിമ്പ്, ഇതാണ് അവിടെ നിന്ന് ആൾക്കാർ വാങ്ങിക്കുന്നത്. ഇത് വാങ്ങിച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ തന്നെയാണ് കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകുമ്പോ വിരുന്നിന് പോകുമ്പോ താലപ്പൊലി പലഹാരം എന്നും പറഞ്ഞ് കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തരും. അങ്ങനെ ഉള്ള സാധനമാണ്. അപ്പൊ അലുവ അലുവ നല്ല ടേസ്റ്റുള്ള അലുവ ഉണ്ടായിരുന്നു കേട്ടോ. തിന്ന് കാണിച്ചു തരണ്ട. ഈ അജ്മാവിന് പഠിക്കുക. ഞാൻ കരിമ്പ് ചിലതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുളിപ്പുണ്ടാവും. ഏത് അലുവ? ഇതിന് ചിലതിൽ പുളിപ്പുണ്ടാവും, പുളിപ്പില്ല. ഒരു ലൈറ്റ് പുളിപ്പുണ്ട്. അതിന് ഒരു പുളിപ്പുള്ള സാധനം തന്നെയല്ലേ ഇത്? പണ്ട് ഞാൻ തിന്നപ്പം അയ്യോ ഇത് പുളിച്ചു പോയി എന്ന് കരുതിയിട്ടുണ്ട്. ഞാൻ നുറുക്കാന്നാ കരുതുന്നേ. ചെറിയൊരു പുളിപ്പുണ്ടാവും, പക്ഷെ ഇതിന് കുഴപ്പമില്ല. ഇത് ചെറിയൊരു പുളിപ്പ്. അത് ചിലത് നല്ല പുളിപ്പ് തോന്നും നമുക്ക് കഴിക്കുമ്പോ. മുട്ടപ്പൊരി ഉഴുന്നുവട ഇതാണ്. ഇത് മദ്രസ നല്ല സമയമായിട്ട് കട്ടൻ ചായ പാലും കുപ്പിയിൽ കുടിക്കുന്ന പെണ്ണ്. ബാക്കി വന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ തികച്ച് കിട്ടിയില്ല എനിക്ക്. ഞാൻ പോലും കുടിക്കാതെ എനിക്ക് തന്നപ്പോ പിന്നെ എനിക്ക് അത്രയും എനിക്ക് കുടിക്കേണ്ടത് തോന്നി. മിച്ചറില്ല, മിച്ചർ കഴിഞ്ഞു. അതന്നെ ഈ ഇതിനിടയിൽ കേറണേ. അനക്ക് പൊരി തന്നില്ലേ, അതും തിന്ന് അവിടെ ഇരിക്കി. പോ, ഇടയ്ക്കല് കയറില്ല കേട്ടോ. എങ്ങോട്ട് നോക്കമ്മ? ഇത് ആര് കൊണ്ടുവന്ന പൊട്ടാണ് തൊട്ടിരിക്കുന്നത്? നോക്കട്ടെ, ഇത് ആരെ ഈ പൊട്ട് കൊണ്ടുവന്നേ? അങ്കി കൊണ്ടുവന്ന ആരെ? അങ്കിക്ക് പൊട്ട് കൊടുത്തയച്ച്? ആന്റി കൊടുത്തയച്ച്? എന്താ ജോ അങ്കി ഉണ്ട് പറയാ, അടിക്കും പറയാം. അങ്കീനെ കൊണ്ട് അടിപ്പിക്കുന്നു പറയും. അങ്കിക്ക് നല്ല ശക്തിയാണ്, അടിക്കും പറയും. മൂക്കിട്ടടിക്കും. ചോദിച്ചു വാങ്ങിക്കണ്ട അജു. ആ കേട്ടോ അജു? അങ്കിളാണല്ലേ? അങ്കി മാറ്റിയിട്ടിപ്പോ ഡീസന്റ് ആയി, കുട്ടി ഡീസന്റ് ആയി. എങ്ങനെയൊക്കെ ഇതാണ് ഫാഷൻ. ഇങ്ങനെയൊക്കെ ഇടണം. ഓ വേണ്ട, കുട്ടീനെ അങ്ങനെ പിടിക്കല്ലേ അല്ലേ? മോഡേൺ ആവണം. ഇങ്ങനെ ഒരു സൈഡൊക്കെ ഇങ്ങനെ വെച്ച് വേണ്ട വേണ്ട. വേണോ? കക്കുനോട് പറയാ.
അക്കു പേടിത്തോണ്ടരാ അടി പറഞ്ഞ അട്ടപ്പാടിയിൽ വിളിക്കണ അക്കുക അത് ഇതെന്താ ജോ സാധനം? മിക്സറാ. ഇതെന്താ സാധനം പറ? ഉഴുന്ന്. ഉഴുന്ന് നുറുക്കല്ല. ഇത് ശ്രീമോൻ നുറുക്കാച്ചു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ആന്റിക്ക് തന്നേന്നു. അന്ന് ഞാൻ വെറും വയറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു ചങ്കിലട് കെട്ടിയ സാധനം. എന്നാ പറഞ്ഞത് ഉഴുന്നാണ്. അയ്യോ എന്താ ചോദിക്കണ്ടേ? ചോദിക്ക് അജീനോട്. എടുക്കുമ്പോ മേ അയിന്ന് ചോദിക്കണമെന്ന് പറ. എന്താ ചോദിക്കണ്ടേ? അമ്മക്ക് എടുക്ക അല്ലേ? അയ്യോ മേ ഐ നന്ദ മേ ഐ. ഞാനും നന്ദി ടീമാണ്. കണ്ണ് പൊത്ത് കണ്ണട പൊത്താതെ കണ്ണടച്ച് ഈ കണ്ണടക്ക് ഈ കണ്ണടച്ചോ നടക്കുകയല്ലേ? അയ്യോ ഇതെന്താ രാവിലെ വരും. ഇതെന്താന്ന് ചോദിക്കും. ഞാൻ പറയും ഇത് പൊരിയാണെന്ന് പറയും. അരി കൊണ്ട് ഉണ്ടാക്കണമെന്ന് പറയും. പിന്നെയും ചോദിക്കുന്നോട് ഇതെന്താ, ഇത് തന്നെ പറഞ്ഞോട് കള്ള നേരം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇനി എന്നോട് ചോദിക്കരുത്. മതി അങ്കിക്കത് മതി. അജുവേ അജു പോയിട്ടാ നോ കാലെങ്ങനെ ഇരിക്കണം എന്ന് അമ്മ പറഞ്ഞേ. നന്ദ ഇത്തിരി എടുത്തോട്ടെ മേ ഐ. എടുത്തോട്ടെ. ഓരോ പഠിപ്പിക്കലാണ് ടജു. അത് എന്താ ചോദിക്കണ്ടേ? മേ ഐ എന്നാണോ? മേ ഐ കിട്ടി. ഒന്ന് മാത്രമേ ഉള്ളൂ. എന്ത് അങ്ങനെ ചോദിക്കണോ? എന്താ ചോദിക്ക? എടുക്കുമ്പോ ചോദിക്കണോ? എന്താ ചോദിക്ക? മേ ഐ ചോദിക്കണോ? നന്ദ മേ ഐ മേ ഐ. ഇപ്പോഴും ഇങ്ങനെ ഒന്നേ തരുള്ളൂ. അങ്ങനെയൊക്കെ ചോദിക്കണം അല്ലേ? എന്താ ആരാ പഠിപ്പിച്ചെന്ന് എടുക്കുമ്പോ ചോദിക്കണമെന്ന്? അജിയാണോ പഠിപ്പിച്ചേ? എന്താണ് എന്ത് ചോദിക്കണ്ടേ? കേട്ടോ ജോ? കേട്ടോ? എടുക്കുമ്പോ ചോദിക്കണം കേട്ടോ? ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് കേട്ടോ? ഈയാ പഠിപ്പിച്ച അതിനെ എടുക്കുമ്പോ ചോദിക്കണം. നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളെ പോലെ കുട്ടികളെ വഷളാക്കരുത്. എന്താ മേ നോ മേ ഐ ഓക്കെ. ലേശമേ കൈ വിട്. ഞാൻ കൊണ്ടോട്ടത് പിടിച്ചേക്കാനാണോ? നോ മേ ഐ ഓക്കെ. എന്നാ വിട്ട് ഞാൻ പോട്ടെ. ടാറ്റാ. ഓക്കെ. ഞാൻ കണ്ണിങ്ങനെ പൊത്തി പിടിച്ച് അമ്മമ്മേന്റെ കേക്ക് ഉണ്ടോ? കേക്ക് ഉണ്ട് ഞാൻ പറയണേ. നിങ്ങള് ഇടയ്ക്ക് പറയാ ഞാൻ അജുവിന്റെ കല്യാണം കൂടി കാണണം. നിങ്ങൾക്ക് എന്റെ കല്യാണം കാണണ്ടേ? നിങ്ങളെ മക്കളോട് പറയേ അജുവിന്റെ കല്യാണം കൂടി അത് കാണണം എന്ന് പറയുന്നത്. കണ്ടോ കെട്ടിക്കാൻ ഒരു മുന്നേറ്റം ഇല്ല. നോക്കിക്കണോക്ക് നിസ്സഹായ അവസ്ഥയില്. എന്താർന്ന് അമ്മമ്മ ഉറങ്ങിയോ? എന്താർന്ന്? ഓനെ കെട്ടിക്കണ്ടാന്ന്. അമ്മമ്മയെ കെട്ടിക്കണ്ടല്ലോ. ഓനെ കെട്ടിക്കണ്ടാന്ന് പറയും. നിങ്ങൾ അമ്മമ്മയോട് ചോദിക്കി എന്റെ കല്യാണം കാണണോന്ന് ചോദിച്ചു.
കാണണമെന്ന് കണ്ടോ? എനിക്ക് കള്ളിങ്ങക്ക് വെളുത്തിട്ട് പാറയുള്ള ക്രീം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഫ്രീ. ഞാൻ ആദ്യം വിചാരിച്ച പകുതി ഷെയർ ഇട്ട് പൈസ കളയുന്ന പകുതി വാങ്ങിക്കാന്നാ. നിങ്ങൾക്ക് ഇനി ഫ്രീ. അതന്നെ ഇനി ഫ്രീ. ഞാൻ വരുമ്പോ വെറുതെ കൊണ്ടുവരാം. മറ്റേത് ഷെയർ ഇടാന്ന് വിചാരിച്ചിരുന്നു. പകുതി പകുതി. ആ മാല ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട്. അമ്മമ്മ ഇപ്പൊ തന്നെ എടുത്ത് വാങ്ങിലിടും പറഞ്ഞേ. ആ ഞാൻ ഒരച്ചു കൊണ്ടുപോയി ചെത്തി കൊണ്ടുപോയി അമ്മമ്മേന്റെ വള വീതിട്ട് ഞാനാണോ അതിൽ പ്രതി? നിങ്ങളെ മക്കള് ഊരി കൊണ്ടുപോയത് മാറ്റിട്ടാവോ? അജുവിന് അതിന് പങ്കില്ല. ആ വളക്കേസിൽ അജുവിന് പങ്കില്ല അമ്മമ്മേ. ഇടയ്ക്ക് നമുക്ക് തോന്നലാണ് വീതി ഇല്ലാന്ന്. നിങ്ങളേ അമ്മമ്മ വേഗം പറയട്ടോ. അജുവിന്റെ കല്യാണം എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. നിങ്ങളെന്താ അവിടെ രാവിലെ കരണ്ടാണോ തിന്നണമ്മ? നിങ്ങൾക്ക് ഒരു ലിങ്കേജ് റെഡി ആയിട്ടന്നില്ല. ഇപ്പൊ നിങ്ങൾ കരണ്ട് തിന്നാൻ നിൽക്കരുത്, ഉപയോഗിച്ചാ മതിയേ. 3000 കറക്റ്റ് ആക്കിയില്ലേ? ഒരു 100ന്റെ കമ്മിയാണോ? ബാക്കി മോൻ ഗൾഫിലാറിഞ്ഞതി. ചേട്ടാ വല്ലപ്പ എന്താ നല്ല വല്ല കോടീശ്വരനായ അമ്മമാരെയും അച്ഛന്മാരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഈ കഞ്ഞികളെയാണല്ലോ പറഞ്ഞേ. ഞാൻ ചോദിക്കാണമ്മ, അമ്മമ്മ എത്രങ്ങാനും കോടീശ്വരന്മാരുണ്ട്, അവരുടെ ഒക്കെ കുട്ടിയായിട്ട് ജനിക്കില്ലല്ലോ. ഞാൻ ഈ ഉപയോഗിച്ച ഈ നിലമ്പൂര് കാട്ടുമുക്കിലുള്ള നിങ്ങളെ എന്റെ കൈ വിദ്യയായി. അംബാനി ആരൊക്കെ കടക്കുന്നുണ്ട്. ആയിക്കൂടേന്നല്ലേ മക്കൾക്ക് ഈ കഷ്ടപ്പാട് വേണം. നിങ്ങൾ നാലിച്ചു എത്രങ്ങാനും കോടീശ്വരനായ മക്കന്മാര് ഒരു പണി കൊടുക്കാതെ വെറുതെ ജീവിച്ചു പോകണ്ട, വെറുതെ കല്യാണം കഴിക്കണ്, ഒരു പണിക്കും പോണ്ട. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാം, നമ്മളെന്താ ഒരു അറബി ആയിട്ടൊക്കെ ജനിക്കാൻ, നമുക്ക് ഈ സ്ഥലം അങ്ങനെ കിട്ടിയില്ലേ? കണ്ട ഒരു അറബി ലുക്ക് ഉണ്ട് ജോ. അമ്മമ്മ ഇങ്ങക്ക് നല്ല വല്ല കോടീശ്വരനൊക്കെ കെട്ടിക്കൂടിയതില്ല. എന്നാ ഞാൻ നമ്മളെ ഒരു തലവര, കുടുംബത്തിന്റെ തലവര മാറുമായിരുന്നു. നിന്നോ? കടന്നോട്ടെ. വെളുത്തിട്ട് പാറുള്ള ക്രീം ഫ്രീ ഞാൻ കൊണ്ടുവരാം. വല്യമ്മയ്ക്ക് വേണം വെളുത്തിട്ട് പാറുള്ള ക്രീം ഉണ്ട്, സാധനം ഉണ്ട്. പകുതി പൈസ തരണം. ഷെയർ ഇടുവോ? ഷെയർ ഇടാണെങ്കിൽ കൊണ്ടുവരും. വെളുത്തിട്ട് പാറ. നിങ്ങളൊക്കെ വെളുത്തിടുന്ന കാര്യമില്ല. നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് എത്രയായി? 80 വയസ്സായില്ലേ? അപ്പൊ അതൊക്കെ ഉണ്ടാവും. ഇനി ഞങ്ങളൊക്കെ ഒന്ന് വിളിക്കട്ടെ. നിങ്ങൾക്കൊന്ന് ഇനി ആ സെഗ്മെന്റിൽ ഇന്റെ കല്യാണമാണ് അടുത്ത്. നിങ്ങക്ക് വല്ല ബോധം ഉണ്ട് ഇതൊക്കെ? ഇനി നമ്മളെ കുടുംബത്തിലെ സെഗ്മെന്റിൽ ഇനി ഇന്റെ കല്യാണം ഉള്ളത് അറിയോ നിങ്ങക്ക്? നിങ്ങൾ എന്താ ഇതിനെ കുറിച്ചൊരു അലമാരേന്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങൾ എടുക്കണ്ടേ? ഇത് അടപ്പിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ? AC വെക്കണം അല്ലേ? എന്റെ റൂമിൽ മാത്രം AC വെക്കണം. ഞാൻ വന്നിട്ട് ചെയ്യാം. എനിക്ക് ചൂട് പറ്റൂല. ചൂടായ അപ്പയോ ഓട് മേയാൻ ചോദിച്ചു നോക്കുന്ന പറഞ്ഞാൽ ഇത് എന്താ കരുതുന്നത്? 2 ലക്ഷത്തിന്റെ മേലെ വേണം ഓട് മേയാന്. മേലെ ഓടിന് കയറിപ്പോയ 2 റുപ്യക്കല്ലേ വരും. 2, 3, 4 റുപ്യ.
മാറിയോ? ഞാൻ പണ്ടത്തെ കാലത്തെ കാര്യം പറഞ്ഞത്. മേയോ ഓടങ്ങോട്ട് മേയോ എളുപ്പല്ലേ? 2 ലക്ഷം ഒക്കെ ഉണ്ടോ? ഓട് പെയ്യാൻ വില കുറവിന് ചെയ്തു തരാൻ പറ്റുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ? സെക്കൻഡ് റേറ്റ് നമുക്ക് ഓടെടുക്കാം. സെക്കൻഡ് ഹാൻഡിന്റെ കാര്യമാടാ പറഞ്ഞത്. പുതിയതാണെങ്കിൽ അതിലും റേറ്റ് ആവും. സെക്കൻഡ് മോളെ ഇന്ന മത്തിട്ട് 2 ലക്ഷത്തിന് കമ്മീഷൻ അടിക്കാനാണെങ്കിൽ ചവിട്ട് കിട്ടും. പോയി അല്ലല്ലോ വല്യമേ, സെക്കൻഡ് ഹാൻഡിന് തന്നെ വേണ്ട 2 ലക്ഷത്തിന്റെ മേലെ. ആ ഞമ്മക്ക് 2-4 തെങ്ങൊക്കെ അല്ലേ അവിടെ ഓല മെയ്യ. പണ്ടൊക്കെ അങ്ങനെയല്ല ജീവിച്ചേ. എനിക്കതാ ഇഷ്ടം. നല്ല തണുപ്പും ഉണ്ടാവും. പെയിന്റിങ് നമ്മളെ ചെക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എടാ പണിക്കൂലിയല്ല, പെയിന്റിന് എത്ര പൈസ? അതിനിപ്പോ കല്യാണത്തിന് ടൈം ആവുന്നേക്ക് ചെയ്യാ. അതൊന്നും സീനില്ല. ഇനി ഇപ്പളേ നന്നാക്കിയിട്ട് കേടായിട്ട് ഇനി അപ്പളേക്ക് പിന്നെയും ചെയ്യണ്ടേ? ഞാനിപ്പോ ചിന്തിക്കണ എന്താ അറിയോ, ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ആവുമ്പത്തേക്ക് എന്തെങ്കിലും ഒന്ന് പിന്നെയും ചെയ്യേണ്ടി വരും. അത് രണ്ടും കൂടി ഒരുമിച്ചടാക്കിയാൽ പോലെ ഒക്കെ പരിപാടി അപ്പത്തേക്കാകാം. അമ്മ ഞാൻ കെട്ടണില്ല അമ്മ. നിങ്ങളുടെ കിഡ്നിയോ വല്ല കണ്ണോ മൂക്കോ എന്താച്ച കൊണ്ടുപോയി വിക്കി എന്നിട്ട് വീട് കൊണ്ട് നിങ്ങളെ കൂടിക്കോളിക്ക് വേണ്ട. ഞാൻ കല്യാണം കഴിക്കണില്ല. ഞാൻ വല്ല യൂറോപ്പിലേക്കോ അവിടേക്ക് പോയിക്കോളാം. ഞാൻ കല്യാണം പറഞ്ഞപ്പോഴാണല്ലോ ഇപ്പൊ ഇത്രയും കടങ്ങൾ വന്നല്ലോ. ഇതിലേറെ വെച്ച കെട്ടണ്ടെന്ന് പറയണായിരുന്നു. വളഞ്ഞു മൂക്കിടിക്ക. അമ്മ ഈ ആഡംബരങ്ങൾക്കൊന്നും ഒരു അടിമയല്ലാത്തൊരു ഭാര്യനെ ഞാൻ കൊണ്ടുവരാൻ പോണേ. അപ്പൊ കുഴപ്പമില്ലല്ലോ. അതന്നെ ഞാനൊരു മാലന്റെ കേസ് തന്നെ. ഞാൻ ഒരു മറ്റേ ചരടാണ്, മഞ്ഞ ചരടും ലോക്കറ്റും. ലോക്കറ്റ് സ്വർണ്ണാണോ? ഒരു ഇന്റിമേറ്റ് വെഡിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോക്കറ്റ് സ്വർണ്ണാണോ ജോ? ലോക്കറ്റ് റോൾഡ് ഗോൾഡ്. ഇന്റിമേറ്റ് വെഡിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഹാരം അങ്ങോട്ട്, ഒരു ഹാരം ഇങ്ങോട്ട്, ഒരു കട്ടൻ ചായ, പരിപ്പോട, പരിപാടി കഴിഞ്ഞു. നോ ഗോൾഡ് മാരേജ് ആണ്. നോ ഗോൾഡ്. ന്യൂ അല്ല, നോ ഗോൾഡ്. സ്വർണ്ണ ഇല്ലാത്ത പരിപാടി ഉദ്ദേശിച്ച. പുതിയ മോഡലല്ല. സ്വർണ്ണേ വേണ്ട. കൊറോണ ടൈമിലെ കാണിച്ചെങ്കിൽ ഞാൻ അമ്മേനോട് പച്ച മലയാളത്തിൽ പറഞ്ഞ കൊറോണ ടൈമിലെ കാണിച്ച ചെലവ് ചുരുങ്ങി കിട്ടും, ആണെങ്കിൽ നടത്തിക്കോളിന്ന്. നിങ്ങൾക്ക് ഒരു കമ്പനി, അമ്മയ്ക്ക് ഒരു കമ്പനി ആവുന്നു. കേട്ടില്ല. അപ്പൊ നിങ്ങക്ക് വിലല്ല. ഇനി പൈസ ഇറക്കിക്കോളി. മക്കളെ കല്യാണൊക്കെ നിങ്ങളെ നടത്തി തരണ്ടേ. വല്യമ്മക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എല്ലാരും നടത്തി തരണോ? ഞാൻ ഇന്നൊരു ഏൽപ്പിച്ചു നിങ്ങളെ. ഇപ്പൊ സെഗ്മെന്റ് ഇതാണ്. 30ന്റെ ഉള്ളിലുള്ളവരെ ഫസ്റ്റ് തട്ടിപ്പോണെന്നാ പറഞ്ഞത്. അമ്മമ്മയൊക്കെ രക്ഷപ്പെട്ടു കാര്യം പോയി. സത്യം. ഇപ്പൊ 30ന്റെ ഉള്ളിലവരൊക്കെ തട്ടിപ്പോണേ. അറ്റാക്ക്. സത്യം. ഇന്റെയൊക്കെ ബോഡി ഇപ്പൊ അനങ്ങാത്ത ബോഡിയാ. ഞാനൊക്കെ എവിടെയും കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് ശ്വാസം മുട്ടേ കഴിഞ്ഞു. ഞാൻ അതുകൊണ്ടാ പോവാത്തപ്പോ. പേടിച്ചിട്ടാ ഞാൻ കളിക്കാനൊന്നും പോവാത്തത്. എനിക്കറിയാം. ഞാൻ എന്നോ കണ്ടപ്പോ എന്താ കൊറേ കാലത്തിന് ശേഷം കളിക്കാനെന്തോ പോയി. ഫുട്ബോൾ കളിച്ചിട്ട് അവിടുന്ന് കുഴഞ്ഞു മരിച്ചു. അതിന്റെ ശേഷം ഞാൻ കളി നിർത്തി. അഥവാ ഈ തടി വെച്ച് ഒറ്റയ്ക്ക് പോയിട്ട് പടയേറെ കടന്ന കഴിഞ്ഞില്ലേ. നാണം കെട്ട മരണവും. അതാണ് പ്രശ്നം. അന്തസ്സായിട്ട് വല്ല വണ്ടി കിട്ടി ചാവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുഴഞ്ഞു വീണ് ചത്തു എന്നൊക്കെ പറഞ്ഞ പിന്നെ വല്ല വില ഉണ്ടാവോ? ഉണ്ടമ്മ. കയ്യിന് മാത്രം ഉണ്ട്, വായിക്കും. പിന്നെ എന്തൊക്കെ കൈ പ്രവർത്തിക്കണമെങ്കിൽ തലച്ചോറിക്ക് മെസ്സേജ് വേണം. എന്നാലേ കൈ ചലിക്കുള്ളൂ. കൈ ചലിച്ചു കഴിഞ്ഞാൽ, വായ ചലിച്ചു കഴിഞ്ഞാൽ മൊത്തം ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഫുൾ ബോഡി വർക്കൗട്ട് അല്ലേ. ആർക്ക് ഫുഡില്ല?
ശ്രീമോളോട് തടി ഉറക്കാന്ന് ചീമപ്പന്നി പോലെ ആയിരുന്നു. എന്നോടാടാ പൊട്ട പറഞ്ഞ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വല്യമ്മ, പറഞ്ഞിട്ടുണ്ട് ശ്രീമോളോട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീമോള് 2 പ്രസവിച്ചു പറയുന്നത് കണക്ക് പറഞ്ഞിക്കുക. ശ്രീ പൊട്ടാറുണ്ട്, എന്നാ നാളെ പൊട്ടിക്കാട്ട് തിരി കൂടി ഇട്ടോട് കത്തിച്ചെടുത്താൽ മതി, പൊട്ടിക്കോളും. വല്യമ്മ വരെ പറഞ്ഞു ശ്രീമോള് പൊട്ടാറായി. പോടാ അവിടുന്ന്. അത് ഞങ്ങൾക്കല്ല, സുഭാഷ് ചേട്ടൻ മാത്രമേ കഴിക്കുള്ളൂ, ഞങ്ങള് കഴിക്കാറില്ല. ശ്രീമോള് ഡയറ്റാന്ന് പറയും, അരി കുറയ്ക്കും. ശ്രീമോള് ഡയറ്റാ പറയും, അരി എടുക്കൂല, ചോറ് കുറച്ചേ എടുക്കുള്ളൂ. ഒരു കൊട്ട കറിയും കഷ്ണും മീൻ കഷ്ണും ചിക്കനൊക്കെ ഒരു കൊട്ടടും. ഞണ്ടൊക്കെ ഒരു ചെമ്പ് വെച്ച് കഴിഞ്ഞാല് ആ ചെമ്പ് ചെമ്പട് കൊണ്ടക്കല മതിയായിട്ട് നിർത്തും. കാരണം ഇടക്കിടക്ക് പോവാൻ ചലിക്കണല്ലോ, അപ്പൊ എനർജി പോയി അവിടെ പോയി അടുക്കളയിൽ പോയി എടുക്കണ്ട. അപ്പൊ ടേബിൾ കൊണ്ടൊക്കെ ചട്ടി വേണ്ട എടുത്തിട്ട് കഴിഞ്ഞോളാ പറയും. ഇവന് പ്രാന്താണ് വലിയ പ്രാന്ത്. ഞാൻ ഞണ്ട് കഴിക്കൂല, എനിക്ക് ആദ്യം ഞണ്ട് ഇഷ്ടമാണ്, ഇപ്പൊ ഞണ്ട് ഇഷ്ടല്ല. ഞണ്ട് മറ്റേ എല്ല് വരെ വെറുതെ തിന്നണ സാധനം ഇവിടെ. ഞങ്ങൾക്ക് ഇവിടെ ഫ്രഷ് ഞണ്ട് കിട്ടും, നല്ല ഞണ്ട് കിട്ടും. നമ്മളവിടെ ഒന്നും ഫ്രഷ് അല്ലാത്ത ഞണ്ട കിട്ടല്. അല്ല, നമ്മുടെ നാട്ടിലൊന്നും ഫ്രഷ് കിട്ടൂല. ഇതിന്റെ തോട്ടുന്ന അപ്പടി പിടിച്ച ഞാൻ ഫ്രഷ് ആയില്ലേ? തോട്ടത്തെ ഞണ്ട് ഈ തിന്നിട്ടുണ്ട്, ഞാൻ തിന്നുണ്ട്, നല്ല ടേസ്റ്റാ. കറുത്ത ഞണ്ട് കഴിച്ചിട്ടുള്ള വലുത്, അതിനെന്തൊരു പേര് അറിയില്ല, വലിയ നമ്മളവിടെ കിട്ടുന്ന. നമ്മളവിടെ ഒരു ഞണ്ട് കിട്ടില്ല, കറുത്ത കായൽ എന്നൊക്കെ വലിയത്, ഭയങ്കര റേറ്റ് ഉള്ള. അല്ല മൊയലാണ്, നിങ്ങൾ പോയി കായലില് പിന്നെ പറയുന്നില്ല. ഡോൾഫിൻ ഉണ്ടാവും അവിടെ കായലില്. അന്നം നാട്ടില് കറുത്തിട്ടൊരു ഞണ്ട് കിട്ടൂല, വലുതതിനെ കൈ കെട്ടിയൊക്കെ വെച്ചിട്ട് കെട്ടി വെക്കും. കാല് കെട്ടി വെക്കും. 800 കിലോന് 800 അത്ര ഇട്ട് റേറ്റ് വരുന്നത്. അവിടെ ഉണ്ട്, നാട്ടിലൊരു സാധനം ഉണ്ട്. വാങ്ങും, ശ്രീമോളെ ഇത് തിന്ന് മരിക്കും. ഞാൻ സുഭാഷ് ചേട്ടനും കഴിക്കൂല, അക്കു തോണ്ടി കൊടുത്താ കഴിക്കും, ഈ പെണ്ണ് കഴിക്കും. പിന്നെ കുറച്ച് എന്റെ തലയ്ക്കിട്ട ഞാനാണല്ലോ അപ്പൊ അവിടെ ഒരു ചെമ്പ് ഞണ്ട് തിന്നല്. ശ്രീമോള് പറയാ കുട്ടിക്ക് പ്രോട്ടീൻ അറിയും. ഇത് കുട്ടിയും തിന്നും തള്ളിയും തിന്നും, നല്ല പോളിങ്ങ രണ്ടാളും. കുട്ടിക്ക് കൊടുക്കരുത്, കുറയ്ക്കണം. അവിടെ അമ്മ കഴിക്കില്ലേ, പാലില് കിട്ടല്ലോ പ്രോട്ടീൻ, ഇത് അതും കഴിക്കും, രണ്ടും കഴിക്കും. ഉള്ളു ടൈപ്പാ. ഞാൻ കഴിക്കല്ലോ, ഒന്നും കിട്ടലില്ല. ഞാൻ തിന്ന് തീർത്തിട്ട് ഓനൊന്നും കിട്ടല്ല അവിടെ. എനിക്ക് വല്ല ബീഫോ ചിക്കനോ അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടം പറഞ്ഞ. ഒന്ന് പറയാൻ കേട്ടിട്ട് ഇത് ഇന്റെ അമ്മയല്ല, എന്തേലും പറയാൻ കേൾക്കാൻ കാത്തിക്ക. ബാക്കിയുള്ളവർ അവനവന്റെ മക്കൾ നല്ലോണം കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. ഇത് മുടിഞ്ഞു പോട്ടെ പറയാനായിട്ടൊരു അമ്മ. അമ്മ ഞാൻ ഡയറ്റ് ചെയ്യാന്ന് വിചാരിക്കും, പക്ഷെ മറക്കാണ്. ഇത് സാധനം മുന്നിൽ വരുമ്പോ നമുക്ക് ഞാൻ അതിനല്ല അമ്മ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് തടിച്ച് നല്ലോണം സെറ്റ് ആയി കഴിഞ്ഞപ്പോ എല്ലാരും എന്നെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് മെലിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സംഭവമായിട്ട് തോന്നൂലേ? അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാ, ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. കണ്ണേട്ടൻ മെലിഞ്ഞതല്ല, അനുചേച്ചി പട്ടിണി കിട്ടാ തുള്ളി ഭക്ഷണം കൊടുക്കാതെ ഇട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അനുചേച്ചിനെ വിളിക്കട്ടെ. ഞാനും കണ്ണേട്ടനും ഒരുമിച്ചുന്ന ടൈമിൽ ജോഗ് ചെയ്യാൻ പോവാൻ വരാൻ ചോദിച്ചാൽ പോലും വരാത്ത കണ്ണേട്ടൻ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കുറച്ച് പറഞ്ഞു. അനുചേച്ചി ചോറ് കൊടുക്കായിട്ടാണ് സത്യം, ഞാൻ വിശ്വസിക്കില്ല. ഓലിക്ക് ഡ്രസ്സ് പുതിയ ഡ്രസ്സ് കൊള്ളേണ്ടത്, ഓരോ സൈസിന് ഡ്രസ്സ് ഇറങ്ങില്ല. അപ്പൊ പിന്നെ വേറെ നിവർത്തിയില്ലാത്തപ്പോ കുറയിച്ചു. ഇന്റെ കൊറേ ഉണ്ട് ഇവിടെ. നിങ്ങൾ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനം മൊത്തം ഉണ്ട് ഇവിടെ, ഇങ്ങനെ വരിവരായിട്ട് ഇടാ വയ്യ. അതുകൊണ്ട് ഞാൻ കുറയ്ക്കുന്നുണ്ട് ഇപ്പോ.
സിക്സ് പാക്ക് ഉണ്ടമ്മ. അക്കുന്റെ ഫാമിലി പാക്ക് കണ്ടോ നമുക്ക്? അക്കുവിന് ഒരു തിരി വെച്ചാ പൊട്ടും. ഇയും പൊട്ടും. എടാ എനിക്കൊക്കെ ഇത്ര പ്രായം ഇജ്ജ് നോക്കിക്കോ. ഇപ്പൊ കുറച്ച് എത്ര പ്രായമുള്ളടാ? എന്റെ പ്രായം എത്ര? ശ്രീമോൾ എനിക്ക് 25 വയസ്സുണ്ട്. 27. 2 കുറക്കല്ലേ? നിങ്ങക്ക് എന്താ ഞാൻ ചെറുതാണോ? ചെറിയ വയസ്സാണോ? ആണോടി? ആയിക്കോട്ടെ ശരി, ഞാൻ പോട്ടെ. എന്റെ വായത്തെ വെള്ളം പറ്റി. ഞാൻ ഇവിടെ മറ്റേ രാത്രി ഞാൻ പറയണില്ല, സ്കൂബ ഡൈവിങ്ങിന് പോവാ. നിങ്ങൾ പോരണോ? സ്കൂബ ഡൈവിങ് അത് തടി ഉറക്കാനുള്ള പുതിയൊരു പരിപാടിയാ. വണ്ടിയിൽ പോവലില്ല, നടക്കലേ ഉള്ളൂ. ഇപ്പോ ഇവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് പോവാൻ 9 മണിക്ക് എത്തണ്ടോടത്ത് 11 മണിക്ക് എത്തിയിട്ട് വല്ല കാര്യം ഉണ്ടോ അമ്മ? അപ്പൊ പിന്നെ വണ്ടി അല്ലാതെ 7 മണിക്ക് ഇറങ്ങണം ഇവിടുന്ന്. മൂന്നാല് മണിക്കൂറൊക്കെ ഉള്ളടത്ത് 9 മണിക്ക് എത്തണം അല്ലേ? 4 മണിക്കൂറൊക്കെ ഉള്ളടത്തേക്ക് 9 മണിക്ക് എത്തണം പറഞ്ഞിട്ട് ശ്രീമോൾ എന്നാ തലേന്ന് രാത്രി തന്നെ ഡ്രസ്സ് എടുക്കിട്ട് വിടും അവിടേക്ക് എത്താൻ പാകത്തിന്. നിങ്ങളെ മോളാണ് വൻ ലാഭം നോക്കണ സാധന. ഞാൻ ലാഭം നോക്കിയിരുന്നെങ്കി ഇവിടെ എത്തൂല. ശ്രീമോള് ഒരു ദിവസം ഫുള്ള് കരച്ചിലമ്മ. ഞാൻ ഒരു ദിവസം ബീഫ് കൂടുതൽ ഇട്ടിട്ടമ്മ. ബീഫ് ഞാൻ കൂടുതൽ ഇട്ടപ്പോ ശ്രീമോളിന്റെ അടുത്ത് ഒരു സെന്റ് അടിച്ചിട്ട് ഈ കുറച്ച് കഴിച്ചാൽ മതി പറഞ്ഞിന്റെ അടുത്ത്. അപ്പൊ ശ്രീമോൾക്ക് ഞാൻ അതിന് ഫുഡൊക്കെ അവിടെ ഞാൻ ബീഫ് പണ്ടാരം ഞാൻ എടുത്തും തിന്നാനും പറ്റിയില്ല വെച്ചിട്ട് ഞാൻ അവിടെ പ്രാക്ക് കേക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അവിടെ വെച്ച് പോയേ. ശ്രീമോൾക്ക് ഫുള്ള് ബാഡ്. ശ്രീമോൾ പറയാം ശ്രീമോൾക്ക് ബാഡ്. മറ്റെന്താ ഞാൻ ഇവിടുന്ന് കണക്ക് പറഞ്ഞാണെന്ന് എനിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നി പറഞ്ഞിട്ട് ഈ പണ്ടറക്കാലത്ത് വന്ന് കരഞ്ഞ് ഇന്നെ വെറുപ്പിക്കാൻ ഞാൻ എന്താ വിചാരിക്കണേ, കുറച്ചായിട്ട് കാണാതെ മെല്ലെ പോയി എടുത്ത് തിന്നാലോ എന്നാ ഞാൻ ആലോചിക്കണേ. ശ്രീമോൾ എനിക്ക് കണക്ക് നോക്കി ഇതിനറിയൂലല്ലോ. അമ്മ ഞാൻ എന്നിട്ട് പറയാ പൊന്നാറ് ശ്രീമോൾ എനിക്ക് കുഴപ്പമില്ല, ഒന്ന് പോയി തരുമോ, ഞാൻ തിന്നോളാം കുറച്ചായിട്ട്. അമ്മ ബീഫ് ആണെങ്കിൽ മാത്രം ഈ അജു കോരി കോരി തിന്നും. ഓരോ വരവിനും പോക്കിനും ആ ബീഫ് പാത്രം തീരും. ഇവരങ്ങനെ ഉണ്ടാക്കണേ, കുറച്ചുണ്ടാക്കണേ. ഇത് വലിയൊരു ചട്ടിയിൽ അങ്ങനെ അമ്മ ബീഫ് അക്കു അങ്ങനെയാണ്. അക്കുവിടെ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചാ എപ്പോഴും ഉണ്ടാവും അടുക്കളേന്റെ സൈഡിലൊരു സ്റ്റൂള് ഇടക്കിടക്ക് ഓരോ ചെമ്മീൻ ഇതൊക്കെ പറയും. ഞണ്ടൊരു കൊട്ട തിന്നണ ശ്രീമോളാണ്. ചോദിച്ചാ പറയും 2 പ്രസവിച്ചു. അമ്മ ഞണ്ട് ആരും തിന്നൂല അവിടെ, അതുകൊണ്ട് തിന്നാലേ, കഷ്ടപ്പെട്ട് തിന്നാലേ. ഞണ്ട് ഞാൻ തിന്നലുണ്ട്. അവിടെ ഫ്രിഡ്ജിൽ വെച്ചാ പോരെ, നാളെ ഉപയോഗിക്കാലോ. അത് ഇവനോട് പറഞ്ഞ കേൾക്കൂല. അമ്മ ഓൾറെഡി ഇവന് പ്രഷർ ഉണ്ട് എന്നിട്ടാണ് അവൻ ഈ കഴിക്കുന്നത്. സ്ഥിരം വർക്കൗട്ട് ചെയ്യണ ബീഫിന്റെ ഇറച്ച, അപ്പൊ കുഴപ്പമില്ല, ഫാറ്റ് ഉണ്ടാവില്ല. എനിക്ക് എല്ലാത്തിനും ഒരു അടുക്കും ചുറ്റും വേണല്ലേ അമ്മ? അയ്യോ ഇല്ലേ വേണ്ടേ അമ്മ? എനിക്ക് എല്ലാത്തിനും ഒരു അടുക്കും ചുറ്റും വേണ്ടേ? അതിനൊരു പെണ്ണ് വന്നാലേ ശരിയാവുള്ളൂ അമ്മ. ഇങ്ങളല്ല കേട്ടോ, ഇങ്ങളെ വേണ്ട. അപ്പൊ ഇങ്ങള് പറയണ കേക്കണ്ട, എന്റെ ഭാര്യ പറയണ കേക്കണ്ട്, ഇത് രണ്ടും കേക്കണോ? അയിലേറെ വെച്ച് എനിക്ക് കെട്ടാതെ കിടാ. നിങ്ങള് ഞാൻ തടിയും കുറച്ച് എല്ലാം കുറച്ച് വരുമ്പേക്ക് ഇന്നെ കുഴിക്ക് എടുക്കാനാവോ? നിങ്ങളൊക്കെ ഏതാ വളവത്തിയാരോ? ഇന്നെ ഇവിടെ ഒരു സ്ഥിരമായിട്ട് മൊരടിപ്പിക്കാനോ നിങ്ങൾക്ക് പരിപാടിയില്ലേ? നടക്കില്ല അമ്മ, ആ പരിപാടി ഇവിടെ നടക്കില്ല. ഇങ്ങക്കൊരു സഹായം ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനൊരു ഹെൽപ്പ് ചെയ്തപ്പോ നിങ്ങളത് ബിസിനസ് ആക്കി കണക്കൂട്ടി. അവിടെ ഇടൂല. പിന്നെ നിങ്ങൾക്ക് ചോറുണ്ടാക്കി തരാൻ എന്റെ ഭാര്യ ഞാൻ കൊണ്ടുവരും, ഇക്ക് ഉണ്ടാക്കി തരണ്ടേ? അതൊക്കെ പണ്ട് ഉണ്ടാക്കി തരാൻ നോക്കിയിരുന്നോ? മറ്റേല് പറയണ പോലല്ലേ മറ്റേ ഞാൻ അല്ലേ കെട്ടുന്നതിന്റെ മുന്നേ ഞാൻ കണ്ട സ്വപ്നം രാവിലെ എന്നും ചോറും കറിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ഭാര്യ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓളും കണ്ടത് അതേ സ്വപ്നാണ്.
ഓള് ആ ലെവലിലേക്ക് വന്നിട്ട് കല്യാണത്തിന്റെ ഓക്കെ. നിങ്ങളെ മുഖം കാണിക്കാം. നിങ്ങളെ കല്യാണൊക്കെ എത്ര വയസ്സിൽ കഴിഞ്ഞിട്ടുണ്ട്? നോക്കി ചിരിക്കണോക്ക്. നിങ്ങളുടെ എത്രയല്ല കഴിഞ്ഞല്ലേ അമ്മ? അതെന്താ നിങ്ങൾ അത്രയും വെറുപ്പിക്കലാണ് വീട്ടുകാരെ ചെയ്ത് വേഗം കെട്ടിച്ചൂടാൻ എല്ലാരും? അമ്മേന്റെയോ? അമ്മേന്റെ 17. അമ്മക്ക് 20. കണ്ടോ, ഞാൻ ഇങ്ങനെ വെറുപ്പിക്കാതെ നിങ്ങളിപ്പോ താളത്തിന് തുള്ളി തരുന്നോണ്ട് എനിക്ക് 27 വയസ്സ് നിങ്ങൾ കാത്തു. നിങ്ങൾ ആ കാലത്ത് അമ്മാര് വെറുപ്പിച്ചാണ് പിടിച്ച് വരണം. എങ്ങനെയൊന്ന് പണ്ടാറടം കെട്ടിച്ചിട്ട് കെട്ടിച്ചാ. ആർക്ക്? ഇക്കോ? ആ എന്തിനാ 30, 40, 50 പോട്ടെ, എന്തിനാ കുഴപ്പമില്ലല്ലോ. ഞാനെന്താ ഷോക്കേസിൽ വെക്കാനുള്ള സാധനം ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കും. ഒന്ന് കൊണ്ടുപോവാ ശ്രീമോളെ, ഇവിടെ കുടുംബകാര്യം വരുമ്പോ. എനിക്ക് വേണ്ട കല്യാണം വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞ നിങ്ങളെ വെറുതെ മൂപ്പിച്ചാന്നുള്ളൂ. വെറുതെ ഓളെ കൂടി നോക്കേണ്ട അവസ്ഥ എന്നെ കൂടെ സ്വന്തമായിട്ട് ജീവിക്കാം. ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഭാര്യനെ വേണം. ഓള് ജോലിക്ക് പോവാൻ ഞാൻ വീട്ടിലിരിക്കാം. അല്ല, നമ്മൾ ഈ ചിന്തിക്കണ മാറ്റണ്ട്. പിന്നെ പണ്ടത്തെ കാലത്ത് എങ്ങനെയാ ഭർത്താക്കന്മാര് പണിക്ക് പോവും, പെണ്ണുങ്ങൾ അവിടെ വീട്ടിലിരുന്നിട്ട് ചോറും കറി വെക്കുക. എന്താ തിരിച്ചായിക? എന്താ ഭാര്യക്ക് ജോലി ഉണ്ടോ നോക്കിക്കൂടെ? ഭർത്താവിന് മാത്രം എന്താ ജോലി? എന്തൊക്കെയാണ് നോക്കണ്ട്? വെറുതെ പറഞ്ഞാട്ടോ, ഞാൻ അങ്ങനെ ഒന്നല്ല. വരുന്ന വരാതിരിക്കണ്ടല്ലേ. ആ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ ഇവിടെ. എന്നാ ശരി, ഞാനേ ശ്രീമോള് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. കഴിക്കാൻ പൊക്കണോ? പുട്ടുണ്ടാക്കടാ. വാ. പൊറാട്ടയാണ് ഞാൻ വാങ്ങിച്ചോണ്ടത്. പൊറാട്ട വാങ്ങിച്ചു. അപ്പൊ പുട്ടിന് ഞാൻ നനച്ചിട്ടുണ്ട്. ഇല്ലല്ല, ഞാൻ പറഞ്ഞ സത്യമായിട്ട് ഞാൻ പുട്ടിന് നനച്ചിട്ടുണ്ട്. പൊറാട്ട വാങ്ങിച്ചോണു. എന്റെ നോക്ക്, ഞാൻ പുട്ടിന് നനച്ചിട്ടാ. പുട്ടിന് ഞാൻ നനച്ചു വെച്ചിട്ടുണ്ട്. മോൻ നോക്കുതാ, ഒന്ന് കുഴച്ചാൽ മതി. ഞാൻ പുതരാൻ വെച്ചതാണത്, കണ്ടോ? അവക്കുട്ടി കം കം കം. Where is Nanda? ഉച്ചക്ക് 2 വട്ടം കഴിച്ചാട്ടാ മോൻ. ഇപ്പൊ ഡയറ്റിലായോണ്ട് ഉച്ചക്ക് കഴിച്ചില്ല. ഉച്ചക്ക് 2 വട്ടം കഴിച്ചതാ. അപ്പാ നന്ദ സ്ലീപ്പിംഗ്. മനസ്സിലായി. എപ്പോ വരുമ്പോഴും ഞാൻ നന്ദ സ്ലീപ്പിംഗ് എന്ന് പറയാം. അതെങ്ങനെ സ്ലീപ്പിംഗ്? അപ്പുറത്ത് കൊടുത്ത കുട്ടി എപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ബെല്ല് പോലെ ഇങ്ങനെ കയറി വരെ. എന്നിട്ട് ഇന്റെ അടുത്ത് ഇന്നെ കണ്ടു കഴിഞ്ഞപ്പോ നന്ദ സ്ലീപ്പിംഗ്. സുഭാഷ് ചേട്ടനോട് ചോദിക്കുമ്പോ സുഭാഷ് ചേട്ടനും പറയും നന്ദ സ്ലീപ്പിംഗ്. ഞങ്ങൾ രണ്ടാളെയും കണ്ടു കഴിഞ്ഞാൽ കുട്ടി നന്ദ സ്ലീപ്പിംഗ്. ഞങ്ങളെ മുന്നിക്കടെ പെട്ട് കഴിഞ്ഞാൽ എന്നിട്ട് മിന്നു അടിയാണമ്മ. രണ്ടാളും ഭയങ്കര അടിയാണേ. അക്കുനെ പഠിക്കാല്ലേ? അപ്പൊ ഈ അക്കു പഠിക്കൂല, എന്നെ പോലെ അല്ല. അതിന് കോൺസെൻട്രേഷൻ അല്ല. നിങ്ങൾക്കൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മളെ കൊണ്ടൊക്കെ പഠിപ്പിക്കാൻ? അമ്മയ്ക്ക് ഏറ്റവും എന്റർടൈൻമെന്റ് ഇന്റെ സ്കൂൾ കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞേ. എനിക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വേണ്ടി ഞാൻ തന്നെ വേണ്ടി വന്നു. അമ്മ ഞാൻ ഓർക്കുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കാനുണ്ട്. ആ പാട്ടൊന്ന് പാടിയമ്മ. ഓ ആ പാട്ടൊക്കെ പറയാതെ അറിയ. ആരമ്മ പോയത്? അച്ഛാ. എന്റെ ഓർമ്മയാവും ഒരു ചന്ദ്രക്കല അങ്ങനെ പൊന്തിക്കും. ആയിക്കോട്ടെ, ശരി, ബൈ ബൈ ബൈ. അച്ഛനടെ? സെലിബ്രേറ്റ് ആണ്. നമ്മളൊന്നും മൈൻഡും കൂടി ഇല്ലപ്പോ.
സെലിബ്രിറ്റി ഇപ്പൊ ഫുള്ള് വീഡിയോ ഞാൻ കണ്ടല്ലോ നിങ്ങള് ഫോൺ പഠിപ്പിച്ചു തരണോക്കെ അച്ഛാ. ആക്ടിങ് സിംഹത്തിന്റെ ആക്ടിങ് ഞാൻ കണ്ടു. ചിക്കുവിന്റെ അടുത്തൊരു ഫുള്ളൊരു വീഡിയോ റീല് കണ്ടല്ലോ, ഞാൻ ഞെട്ടിപ്പോയി. അതാ ഇയർപോഡായി അടക്ക് മാത്രമേ പറ്റുള്ളൂ ഇതൊക്കെ. ഓ കുടുംബം മെച്ചത്തിലായി. മോൻ കര വിട്ടപ്പോ ആ അതൊക്കെ ഒരു കാലം. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ അത് കറക്റ്റ് സ്ഥലത്താ ഞാൻ ജനിച്ചത്. ഓക്കെ ആ ശരി, ബൈ ബൈ ബൈ. എനിക്ക് പഠിക്കണം. പഠിക്കാനിരുത്തിയതാ. ഓക്കെ ബൈ. അതൊക്കെ പിടിച്ചേക്കാറില്ല. ഇവിടെ കുറച്ച് ഫ്രണ്ടിൽ നിൽക്കട്ടല്ലേ, എന്റെ കണ്ണിലാവുന്നു. 1 second അപ്പാ, വെയിറ്റ്. ചെറുപ്പം പിടിച്ചത് എന്താ അറിയോ, അജുനെ കെട്ടണ പെണ്ണിന് എന്തായാലും മുടി ഓൺ ചെയ്ത് കൊടുക്കും. അത് നന്ദേന്റെ മുടി. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളാം, മുടി ചെയ്ത് ഉറപ്പാണ്. വേണ്ട. സൂപ്പർ, ഗുഡ് ഗുഡ് ഗുഡ്. വാവ്, എന്ത് രസാടാ. നന്ദ കാണണ്ട കേട്ടോ. നന്ദ അങ്കി വന്നതിന് ശേഷം ഫുൾ അങ്കീൻ്റെ കൂടെ കേട്ടോ, അതുകൊണ്ട് നന്ദ കാണുന്നില്ലത് കേട്ടോ. നന്ദേനെ വിളിച്ചോണ്ടിരിക്കൂ, ഒരു സാധനം കാണിച്ചു തരാ പറയും. വാവ്, സൂപ്പർ, ഗുഡ്. വാവ്, Come here. Look at the mirror. How it looks now. ഇത് കണ്ടേ ഫുഡ് കഴിഞ്ഞു ശുദ്ധരി. എന്ത്? അതെന്തിനാ പൊന്നു? അതെന്തിനാ? വേണ്ടട്ടോ, ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കല്ലേ. ആണോ? എന്റെ കുട്ടി തന്താണ്. കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. കിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? അത് പറഞ്ഞു വേണ്ടല്ലോ. അപ്പാ പൊത്തി പിടിച്ചു. അപ്പാ